ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. ഇന്ത്യൻ പൊളിറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തു വരുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് അല്ലേ. അത്തരത്തിൽ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഒരു കോഡോടൊക്കെ കൂടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. കോഡൊക്കെ വെച്ച് കൃത്യമായിട്ട് ഫോട്ടോ ഒക്കെ വെച്ച് കോഡൊക്കെ വെച്ചിട്ട് എന്താണ് ആ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കോഡ് വെച്ച് പഠിക്കാൻ സിമ്പിളാണെന്ന് തോന്നുന്നവർ ആ ഒരു കോഡ് വെച്ച് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോഡ് ഉണ്ടെങ്കിൽ, ഇതിലും സിമ്പിളായിട്ടുള്ള കോഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോഡ് വെച്ച് പഠിച്ചോളൂ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടല്ലേ. സോ അതുകൊണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞെടുത്തത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കടമെടുത്ത ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബോറോഡ് ഫീച്ചേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആരംഭിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം അല്ലേ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം? അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയാമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയാനുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് വരുന്ന വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണ് ഭരണഘടനയിൽ പ്രിയാമ്പിളിൽ പറയുന്ന പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ചില കേസുകൾ വന്നിട്ടുണ്ട് അല്ലെ. ഈ പറയുന്ന പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞിട്ട് ചില കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം ഇവിടെ തന്ന ഈ ഒരു ഇമേജ് ക്ലിയർ ആയിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് പ്രിയാമ്പിൾ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് പ്രിയാമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാം. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന. ഇവിടെ എന്താണ് പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് ആരംഭിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ എങ്ങനെ ആരംഭിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളല്ലേ. ആർക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങൾ. അല്ലാതെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന പേരിലല്ല പ്രിയാമ്പിൾ ആരംഭിക്കുന്നത്. പകരം എന്ത് പേരിലാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ കൊടുക്കാമല്ലേ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ. ജനങ്ങൾക്ക് എന്താണ് പരമാധികാരം? ആർക്കാണ്? ഇന്ത്യയിലെ ഡെമോക്രസിയാണ്, ജനകീയമായിട്ടുള്ള തീരുമാനങ്ങളാണ് വരുന്നത് അല്ലെ. ജനങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നു. അത്തരത്തിലാണ് ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എങ്ങനെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് പറയേണ്ടത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആരംഭിക്കുന്നത്. ഹാവിംഗ് solemnly resolved to constitute India India sovereign, socialist, secular, democratic republic and to secure to all its citizens. അതായത് എന്താണ് പറഞ്ഞത്? നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവിടെ എന്തൊക്കെയാണ്? നമുക്ക് സോവറൻ പരമാധികാരം, സോഷ്യലിസ്റ്റ്, സെക്കുലർ മതേതരത്വം, ഡെമോക്രാറ്റിക് ജനാധിപത്യം, റിപ്പബ്ലിക്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടേക്ക് പറയും. എന്താണ് പരമാധികാരം, എന്താണ് സോഷ്യലിസ്റ്റ്, എന്താണ് സെക്കുലർ, എന്താണ് ഡെമോക്രാറ്റിക്, എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോ നിങ്ങൾ ഇവിടെ കണ്ടു. ഈ ഒരു ടേം സോവറിന്, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇങ്ങനെ ഓരോ ടേമും എന്താണ് നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. ഓരോ ടേമിനെ കുറിച്ചിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അത്തരത്തിൽ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയും. ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുമ്പം ഏതൊക്കെ രീതിയിലുള്ള ജസ്റ്റിസ് ആണ്, ഏതൊക്കെ രീതിയിലുള്ള നീതികളാണ്? സോഷ്യൽ, സാമൂഹ്യപരമായുള്ള നീതികൾ വേണം അല്ലെ. സമൂഹത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണണം, അത്തരത്തിലൊരു നീതി, എല്ലാവർക്കും തുല്യമായുള്ള നീതി വേണം. അതുപോലെ എന്താണ്? എക്കണോമിക്, സാമ്പത്തികപരമായുള്ള നീതി വേണം അല്ലെ. ഒരു വിഭാഗം മാത്രം വളരെ വലിയ രീതിയിലുള്ള പണക്കാർ, മറ്റൊരു വിഭാഗം വളരെ വലിയ രീതിയിലുള്ള പാവപ്പെട്ട എന്ന രീതിയിൽ മാറരുത്. പൊളിറ്റിക്കലിയും എന്താണ്? രാഷ്ട്രീയപരമായിട്ട് നമുക്ക് നീതികൾ ലഭിക്കണം അല്ലേ. അല്ലാതെ പാർട്ടി നോക്കിയിട്ട് എന്താണ് തീരുമാനങ്ങളോ വിധികളോ കാര്യങ്ങളോ വരാൻ വേണ്ടിയിട്ട് പാടില്ല. സോ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തില്: സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കും. ഇവിടെ പറഞ്ഞ ഓരോ ടേമും എന്താണ്? പ്രിയാമ്പിൾ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ ടേമും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ലിബർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്?
എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ? നമുക്ക് എക്സ്പ്രഷൻ, നമ്മൾ ചിന്തകൾ, തോട്ട്സ്, അതുപോലെ എക്സ്പ്രഷൻസ്, ബിലീഫ്, വിശ്വാസം, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്, ഇതിലൊക്കെയുള്ള എന്താണ് സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലുണ്ട് അല്ലെ. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ. എന്താണ് ഈക്വാലിറ്റി? നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങൾക്കും ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലായാലും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾക്ക് എന്താണ് തുല്യതയുണ്ട് അല്ലെ. അതുപോലെ ഫ്രറ്റേണിറ്റി, സാഹോദര്യം, അഷ്വറിംഗ് ദ ഡിജിനിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ. രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടുന്നതാണ് എല്ലാവരും, ഇന്ത്യൻ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അത് ഈ ഒരു ബ്രദർഹുഡ് ആണ് പറയുന്നത്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. പരീക്ഷയ്ക്ക് പലതവണ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചത്. ഞാൻ ഇത്രയും വായിച്ചതിൽ നിന്നും താഴെയുള്ള കാര്യങ്ങൾ വിടുക, അല്ലാതെ നിങ്ങൾ ഇത്രയും വായിച്ചതിൽ നിന്നും വേറെ ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ കൊടുത്ത ഒരേ ഒരു ഡേറ്റ് എന്താണ്? 26th November 1949. പ്രിയാമ്പിൾ പ്രതിപാദിക്കുന്ന ഒരേ ഒരു ദിനം ഏതാണ്? 26 November 1949 ആണല്ലേ. സോ ഈ ദിനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിനമാണല്ലേ. ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് അല്ല, അഡോപ്റ്റ് ചെയ്യപ്പെട്ട ദിനത്തെയാണ് നമ്മൾ 26 November 1949 ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രിയാമ്പിൾ പ്രതിപാദിച്ചിരിക്കുന്ന ഏക ഡേറ്റ് കൂടിയാണ് ഈ പറയുന്ന 1949 November 26. അങ്ങനെ തന്നെ പരീക്ഷ ചോദ്യം വന്നിട്ടുണ്ട്. പ്രിയാമ്പിൾ പ്രതിപാദിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് വെച്ചിട്ട് ഓപ്ഷൻ എ 1950 January 26, 1949 November 26 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാം. ഫസ്റ്റ് നമ്മൾ കാണുക എന്താണ്? 1950 January 26. ഓക്കെ, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 January 26 ആണ്. സോ ആ ഒരു ഡേറ്റ് എന്തായാലും പ്രിയാമ്പിൾ കാണും എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു മാർക്ക് അവിടെ നഷ്ടമാവും അല്ലേ. സോ ഇവിടെ എന്താണ് 1949 November 26 ഈ ഒരു ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിനം മാത്രമാണ് പ്രിയാമ്പിൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, പലതവണ അത് പരീക്ഷയിലെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഭരണഘടന എന്താണ്? ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിനം, അതായത് November 26, 1949 മാത്രമാണ് നമുക്ക് പ്രിയാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞ ഈ ഒരു ടേംസ് ഒക്കെ നമ്മളൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ വരും? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇത്രയും ടേംസ് ഉണ്ടല്ലേ. ഇത്രയും ടേംസ് ഓരോന്നോരോന്നായിട്ട് എന്താണ് നമ്മൾ എടുത്ത് പറയും. അത് പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ടേം എന്ത് അർത്ഥത്തിലാണ് വരുന്നത്? സെക്യുലർ എന്ന് പറയുന്ന ടേമിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ടല്ലേ. എന്താണ് പ്രിയാമ്പിൾ എന്ന് ഞാൻ പറഞ്ഞില്ല. പ്രിയാമ്പിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസും കാര്യങ്ങളും പറഞ്ഞു. സോ എന്താണ് പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ എന്താണെന്ന് മനസ്സിലാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കാറില്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, NCERT ഏത് ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് കഥാപുസ്തകങ്ങളായിക്കോട്ടെ, എന്ത് പുസ്തകങ്ങളായിക്കോട്ടെ. സോ ആ ഒരു പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യാം? ആദ്യം നമ്മൾ പ്രിഫേസ് എന്ന് പറയുന്നൊരു ഭാഗം നോക്കും അല്ലേ. പ്രിഫേസ് എന്ന് പറയുന്നൊരു ഭാഗം നോക്കും. എന്തിനാണ് നമ്മൾ പ്രിഫേസ്? എന്തായാലും എന്താണ് ഒരു പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പോലും എന്താണ് മിസ് ചെയ്യാതെ നോക്കുന്നൊരു ഭാഗമാണ് പ്രിഫേസ്. കാരണം എന്താണ് നമുക്ക് വായിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്. ഇപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകം നമുക്ക് കിട്ടി. നമ്മുടെ കയ്യിൽ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം കിട്ടി. ഓക്കെ, ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം കിട്ടിയെന്ന് കരുതിയിട്ട് നമുക്ക് അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെക്കുറിച്ചുള്ള കാര്യം മാത്രമാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു 1000 പേജ് ഉണ്ടെങ്കിൽ 1000 പേജിൽ മറിച്ച് നിങ്ങൾ നോക്കുകയാണ് ചെയ്യുക. അല്ല, നേരെ നിങ്ങൾ എങ്ങോട്ടേക്കും പ്രിഫേസിലേക്ക് പോകും അല്ലേ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ പറയുന്നു എന്ന് നോക്കും. പേജ് നമ്പർ 26 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? പേജ് നമ്പർ 26 പോവാം അല്ലേ. അതെന്തുകൊണ്ടാണ്? അവിടെ പ്രിഫേസ് എന്ന് പറയുന്നൊരു കാര്യം അവിടെ കൊടുത്തത് കൊണ്ടാണ് അല്ലേ. അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നൊരു കാര്യം അവിടെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രിഫേസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലക്ഷ്മികാന്തിൻ്റെ ബുക്കിൽ എന്താണ് 1000 പേജ് ഉണ്ടെങ്കിൽ 1000 പേജിൽ മിനിമം ഒരു 500 പേജെങ്കിൽ അവസാനമാണെങ്കിൽ അത്രയും നമ്മൾ എന്താണ് തപ്പി നോക്കേണ്ടി വരും. എവിടെയാണ് ഈ ഒരു കാര്യം തപ്പി നോക്കേണ്ടി വരും. ഫസ്റ്റ് 20 പേജ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി 700th പേജ് അല്ലെങ്കിൽ 1000th പേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് എന്താണ് ആ ഒരു പേജ് തപ്പി നോക്കേണ്ടതായിട്ട് വരും അല്ലേ. സോ ഈ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഒരു ആമുഖം അല്ലെങ്കിൽ പ്രിഫേസ് എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊടുക്കും അല്ലേ. ഈ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ആ ഒരു പ്രിഫേസ് അല്ലെങ്കിൽ ആമുഖത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. സോ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ഇറങ്ങുമ്പോൾ ഈ ഒരു കാര്യം പ്രിഫേസ് വരും. അങ്ങനെയാണെങ്കിൽ ഭരണഘടന ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും വരണമല്ലേ.
ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഈ ഒരു ഭരണഘടനയ്ക്കും എന്തുണ്ട്? ഈ പറഞ്ഞൊരു ആമുഖം അല്ലെങ്കിൽ പ്രിഫേസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആവശ്യങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് ആമുഖം. എന്താണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തയ്യാറാക്കിയുള്ള ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളും അതിൻ്റെ മൂല്യങ്ങളും എന്ന് പ്രതിപാദിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന പ്രിയാമ്പിൾ. ഈ പ്രിയാമ്പിൾ എന്താണ്? ഭരണഘടനയുടെ ഭാഗമാണെന്നും ഭാഗമല്ലെന്നും ചില ആളുകൾ എന്താണ് വാദിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പിന്നീട് പോവും. ഓക്കെ, ഇവിടെ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആവശ്യങ്ങളും അതുപോലെ മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം അല്ലേ. ഈ ഒരു പ്രിയാമ്പിൾ എവിടുന്ന് വന്നു എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറയുന്ന സമയത്ത് പറഞ്ഞത് ഓർമ്മയില്ലേ? ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പ്രിയാമ്പിൾ നിർമ്മിച്ചത്. ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന് അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രിയാമ്പിൾ തയ്യാറാക്കിയുള്ളത്. ആ രീതി കൂടെ കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഭരണഘടനയുടെ ഫിലോസഫി, ഒബ്ജക്റ്റീവ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അടിസ്ഥാന ആവശ്യങ്ങളും മൂല്യങ്ങളൊക്കെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഇൻട്രഡ്യൂഷറി സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് പ്രിയാമ്പിൾ. സോ എന്താണ് പ്രിയാമ്പിൾ എന്ന് ഇനി കൺഫ്യൂഷൻ ഇല്ലാലോ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഇവിടെ ഇത് മാത്രമല്ല, ഈ ഒരു കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഓരോരോ കാര്യങ്ങളായിട്ട്. സോ ഇവിടെയല്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എന്താണ്? പരമാധികാര രാജ്യമാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ എന്താണ്? സോഷ്യലിസ്റ്റ് കൺട്രി ആണെന്ന് പറഞ്ഞു, സെക്യുലർ മതേതര രാജ്യമാണെന്ന് പറഞ്ഞു, ജനാധിപത്യമാണെന്ന് പറഞ്ഞു, റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞു. അവിടെ എന്താണ്? സോഷ്യൽ ആയാലും എക്കണോമിക് ആയാലും ഈ പൊളിറ്റിക്കൽ ആയാലും ജസ്റ്റിസ് ആവശ്യമാണ്. അതുപോലെ നമുക്ക് എന്താണ്? ചിന്തയ്ക്കും അതുപോലെ എക്സ്പ്രഷനും വിശ്വാസത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റി ആയാലും സ്റ്റാറ്റസ് ആയാലും എല്ലാ കാര്യങ്ങളും എന്താണ്? എല്ലാവരും ഈക്വലായിട്ട് എല്ലാവരെയും പരിഗണിക്കണം. അതുപോലെ സാഹോദര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങളും മൂല്യങ്ങളും നമുക്ക് ഈ ഒരു പ്രിയാമ്പിളിൽ ഒരു നോട്ടം തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇതാണ് പ്രിയാമ്പിൾ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്തൊക്കെ കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു, അങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, ആ ഒരു കാര്യം തന്നെയാണ് നമുക്ക് സിമ്പിളായിട്ട് പ്രിയാമ്പിൾ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ ലൈക്ക് എന്തൊക്കെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഓൾറെഡി നമ്മൾ നോക്കിയ കാര്യമാണ് അല്ലേ. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾ ആസ് വെൽ ആസ് ദ ഐഡിയൽസ് ബിഫോർ അവർ നേഷൻ ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പ്രിയാമ്പിൾ ഇൻ എ ക്ലിയർ കട്ട് വേർഡ്സ്. എന്താണ്? ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു പുസ്തകം നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ ഒരു ബുക്കിന്റെ ഉള്ളിലുള്ളത് എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രിഫേസ് നോക്കിയാൽ മതി അല്ലേ. അതുപോലെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നമുക്ക് എന്തിലൂടെ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണ്ട, പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രിയാമ്പിൾ നോക്കിയാൽ മതി. ഇറ്റ് മേ ബി കൺസിഡർ ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഭരണഘടനയുടെ ആത്മാവായിട്ട് നമ്മൾ പ്രിയാമ്പിളിനെ വിളിക്കാറുണ്ട്. കാരണം എന്താണ്? ആത്മാവെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവെന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടെന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കാറുണ്ട് അല്ലേ. നമ്മുടെ ആത്മാവ് എന്താണ്? ശരീരം വിട്ട് ആത്മാവ് പോയി കഴിഞ്ഞാൽ എന്താണ്? ശരീരം എന്താണ്? വെറും ശവം എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ ഒന്നും ഞാൻ കടക്കുന്നില്ല. സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആ ഒരു സോള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? പ്രിയാമ്പിൾ വേണം എന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. ദ പ്രിയാമ്പിൾ ക്യാൻ ബി റെഫേർഡ് ടു ആസ് പ്രിഫേസ്. പ്രിയാമ്പിൾ എന്താണ്? അതുകൊണ്ട് പ്രിഫേസ് എന്നും പറയാമല്ലേ. വിച്ച് ഹൈലൈറ്റ്സ് എൻറ്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? നിങ്ങൾ പ്രിയാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന രീതിയിൽ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി സാധിക്കും? പ്രിയാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കും. ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പ്രിയാമ്പിൾ കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇന്ത്യയല്ല കൊണ്ടുവന്നത്, അത് അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്നും ആമുഖം കടമെടുത്തു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ആ രീതിയിൽ കൺഫ്യൂഷൻ വേണ്ട. ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദ ഫസ്റ്റ് ടു ബിഗിൻ വിത്ത് ദ പ്രിയാമ്പിൾ. ലോകത്തിന് ആദ്യമായിട്ട് എന്താണ് ഈ പറയുന്ന ഒരു ആമുഖം ഭരണഘടന തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു ആമുഖം വേണമെന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നീട് ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇത്തരത്തിലൊരു പ്രാക്ടീസ് ഫോളോയും ചെയ്തു അല്ലേ. ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദ ഫസ്റ്റ് ടു ബിഗിൻ വിത്ത് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ലോകത്ത് കൊണ്ടുവന്ന ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഭരണഘടനയാണ്. മെനി കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ഫോളോഡ് ദിസ് പ്രാക്ടീസ്. പിന്നീട് എന്താണ് പല രാജ്യങ്ങളും മനസ്സിലാക്കി നമ്മൾ ഭരണഘടന എഴുതുന്നത് മാത്രമല്ല അതിൻ്റെ കൂടെ ഇത്തരത്തിലൊരു പ്രിഫേസ് എന്ന രീതിയിലൊരു ആമുഖം കൂടെ നൽകി കഴിഞ്ഞാൽ എന്താണ് അവിടെ കുറച്ചുകൂടെ ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു രീതിയിൽ പ്രിയാമ്പിൾ തയ്യാറാക്കുകയും ചെയ്തു.
ദ ടേം പ്രിയാമ്പിൾ റെഫേഴ്സ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇൻട്രൊഡക്ഷൻ അല്ലേ? ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിഫേസ്. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ എന്താണ് ഇൻട്രൊഡക്ഷൻ നടത്തും അല്ലേ? എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തും. ഇന്നൊരു പരിപാടി നടക്കാൻ പോവുകയാണ്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും രീതിയിലൊരു സെമിനാർ നടക്കാൻ പോവുകയാണ്. അവിടെ ആദ്യം എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകും അല്ലേ? വന്നിരിക്കുന്ന ആളുകൾക്ക് അറിയണം ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ ആരൊക്കെയാണ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്തൊക്കെ ടോപ്പിക്കിന്റെ മേലാണ് ചർച്ച ചെയ്യുന്നത്, ആ രീതിയിൽ വാദപ്രതിവാദങ്ങൾ ഏതൊക്കെ രീതിയിൽ നടക്കും എന്നൊക്കെ എന്താണ് ആളുകൾക്ക് അറിയണമല്ലേ? സോ അത്തരത്തിൽ എന്താണ് അത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പ്രിയാമ്പിളെ വിളിക്കാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ് ഭരണഘടനയിൽ പ്രതിപാദിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രിയാമ്പിൾ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളാണ് ഭരണഘടനയിൽ വരിക. അതിനെന്താണ് ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ നമുക്ക് സിംഗിൾ വേർഡിൽ പ്രിയാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് സമ്മറി ഓർ എസെൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന സമ്മറി ചുരുക്ക രൂപത്തിൽ എന്താണ് പ്രിയാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കും. N.K. Palkhiwala, an eminent jurist and constitutional expert, called the preamble as the identity card of the constitution. ഇതുപോലെ ഓരോ വ്യക്തികളെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടേക്ക് പറയും. ഇവിടെ N.A. Palkhiwalയുടെ പേര് ഞാൻ പറയാനുള്ള കാരണം ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമായതുകൊണ്ടാണ്. ഓക്കെ, N.K. Palkhiwala എന്ന് പറയുന്ന വളരെ ഫേമസ് ആയുള്ള ജുറിസ്റ്റും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർട്ടുമായുള്ള ഈ ഒരു വ്യക്തി എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡാണല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണ്. ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ടൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്താണ് വോട്ടർ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ നൽകണമല്ലേ? കാരണം എന്താണ് അത് നിങ്ങളാണെന്ന് തെളിയിക്കുന്നത് എന്താണ് വോട്ടർ ഐഡന്റിറ്റി കാർഡാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ടലിൽ പോവുകയാണ്, ഹോട്ടൽ റൂം എടുക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളോട് ചോദിക്കുക, അവർ ആധാർ കാർഡ് ചോദിക്കും അല്ലേ? എന്തിനാണ്? ഈ വന്നിരിക്കുന്ന വ്യക്തി നിങ്ങളാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി കാർഡ്. നമ്മളെ റെപ്രസെന്റ് നമ്മൾ ആധാർ കാർഡ് ആയാലും അല്ലെങ്കിൽ മറ്റ് ID കാർഡ് ആയാലും അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മളെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയാണ് അല്ലേ? നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഗവൺമെന്റ് ഓൾറെഡി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിംഗർ പ്രിന്റ്, അതുപോലെ ഐറിസ്, നമ്മുടെ ഇമേജ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ എക്സാമിനൊക്കെ പോകുമ്പോൾ കാണാറില്ല ഐഡന്റിറ്റി കാർഡ് തീർച്ചയായിട്ടും മറക്കാതെ ആധാർ കാർഡ് അല്ലെങ്കിൽ അതുപോലെ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുപോകണമെന്ന് പറയാറുണ്ട്. അതെന്തിനാണ്? നിങ്ങൾ തന്നെയാണ് വന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ എന്താണ് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്? നിർബന്ധമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഐഡന്റിറ്റി കാർഡ്. സോ ഇത്തരത്തിൽ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡാണ് പ്രിയാമ്പിൾ എന്ന് പറയണമെങ്കിൽ എന്താണ് അവിടെ ഇത് ഭരണഘടന തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്താണ് നമുക്ക് പ്രിയാമ്പിൾ നോക്കിയാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ N.A. Palkhiwala പ്രിയാമ്പിൾ വിളിച്ചത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് ഡീറ്റെയിൽ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കും. ബട്ട് ഇവിടെ കൂടുന്ന ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ദ പ്രിയാമ്പിൾ ടു ദ Indian Constitution is based on the objective resolution drafted and moved by Pandit Jawaharlal Nehru and adopted by the കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇവിടെ എന്താണ് ഈ പറയുന്ന പ്രിയാമ്പിൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പ്രിയാമ്പിൾ വന്നതെന്ന രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്നൊക്കെ പറയും. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭരണഘടനയുടെ ആമുഖവും നിലവിൽ വന്നത്. ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് ബൈ ദ 42nd Constituent Assembly Constitutional Amendment Act 1976, which added 3 new words: socialist, secular and integrity. എന്താണ് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി ഇതുപോലുള്ള ആ ഒരു ടേംസ് എന്താണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ആഡ് ചെയ്ത് ചേർത്തത് 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആക്ട് അല്ല, 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. അമെൻമെന്റ് ആക്ടിനെ പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആക്ട് എന്ന് പറഞ്ഞു പോയതാണ്. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ 3 ടേംസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ ടേം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതിലേക്കൊക്കെ നമുക്ക് പോവാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ. സോ ആ ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് പ്രിയാമ്പിൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചിക്കൻ കറി ഉണ്ടാകുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് എന്തൊക്കെ നമ്മൾ പറയും? ചിക്കൻ വേണം, അതുപോലെ ചിക്കൻ മസാല വേണം, അതുപോലെ തന്നെ എന്താണ് ഉപ്പ് വേണം, ആ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ പ്രിയാമ്പിൾ ഭരണഘടന ആമുഖത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒരു കൃത്യമായ ഒരു ആമുഖം നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വേണം ആ സെൻസിലല്ല. സോ എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രിയാമ്പിൾ റിവീൽസ് 4 ഇൻഗ്രീഡിയൻസ് ഓർ കോമ്പണൻസ്. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് 4 കോമ്പണൻസ് ആയിട്ട് പ്രിയാമ്പിൾ നമുക്ക് 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കും. സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഭരണഘടനയുടെ സോഴ്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നല്ലേ. അതെന്താണ്? ഇറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ്? പരമാധികാരമാർക്കാണ്? ജനങ്ങൾക്കാണ് അല്ലേ. സോ സോഴ്സ് എന്ന് ഇന്ത്യൻ ഭരണയുടെ സോഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ജനങ്ങളാണ്, പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. സോ ഇറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭരണഘടനയുടെ സോഴ്സ് വരുന്നത്. ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കണം.
സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയല്ലേ, നമ്മൾ ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ ചിക്കൻ വേണമെന്ന് പറഞ്ഞു, അതുപോലെ ചിക്കൻ മസാല വേണമെന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് ലീവ്സ്, കറി ലീവ്സ് അതുപോലുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു, ഉപ്പ് വേണമെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് ചെറുനാരങ്ങ അതുപോലുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞതുപോലെ എന്താണ് ആദ്യത്തെ കാര്യമായിട്ട് എന്താണ് സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്താണോ ഇത് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു അല്ലേ, ഇറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, അതുപോലെ എന്താണ് നാച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, എങ്ങനെയായിരിക്കണം നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായിരിക്കണം നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ആവശ്യങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് ആമുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നാച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എങ്ങനെയാണ്, ഇറ്റ് ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറിൻ സോഷ്യലിസ്റ്റിക് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റി. എന്താണ് പരമാധികാരം, സോഷ്യലിസ്റ്റിക് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റി എന്ന രീതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലായിരിക്കണം ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സോവറിൻ പരമാധികാരം, സോഷ്യലിസ്റ്റിക്, സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റി. ആ രീതിയിൽ പറയണം. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഈ ഓരോരോ ടേംസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും, അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല, നമുക്ക് ആ ഒരു സമയത്ത് പറയാം. അതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഇറ്റ് സ്പെസിഫിക് ജസ്റ്റിസ്, പല രീതിയിലെ ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു അല്ലേ, ലിബർട്ടി സ്വാതന്ത്ര്യം, അതുപോലെ എന്താണ് ഈക്വാലിറ്റി സമത്വം വേണം നമുക്ക്, ഫ്രറ്റേണിറ്റി ആസ് എ ഒബ്ജക്റ്റീവ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 4 ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ പറയണം, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഈ 4 കാര്യങ്ങളാണ്. സോ അവിടെ ഒരു കാര്യം കൂടിയാണ്, ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്, എന്താണ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. November 26, 1949 ആണ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ആയിട്ട് നമുക്ക് പ്രിയാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ രുചികരമായുള്ള പ്രിയാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് അല്ലേ. സോ എന്തായിരിക്കണം നാച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സോവറിൻ സോഷ്യലിസ്റ്റിക് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റി എന്ന രീതിയിലാണ്. അതുപോലെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ആണ് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അതുപോലെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്നാണ് 1949 November 26 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി നമ്മുടെ പ്രിയാമ്പിൾ അല്ലേ, ആ രീതി കൂടെ ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ ഓരോ ടേംസ് നമ്മൾ എടുത്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. കീ ടേംസ് ഇൻ പ്രിയാമ്പിൾ, നമ്മുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഇത്രയും ടേംസ്, ഇവിടെ ഞാൻ കൊടുത്ത ഇത്രയും ടേംസ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പ്രീവിയസിൽ ഓരോരോ ടേംസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പല രീതിയിലെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ഇനി പരീക്ഷയ്ക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. സോ സോവറിൻ അല്ലേ, സോവറിൻ എന്ന് പറയുമ്പോൾ എന്താണ് മലയാളത്തിൽ നമുക്ക് പരമാധികാരം, പരമാധികാരം എന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. പരമാധികാരം എന്ന് പറയുമ്പോൾ എന്താണ് പരമമായുള്ള അധികാരം, ആ ഒരു രാജ്യത്തിന്റെ പരമമായുള്ള അധികാരം ആരിലാണ് വരുന്നത്, ആരിൽ അധിഷ്ഠിതമാണ്, ജനങ്ങളിൽ അധിഷ്ഠിതമാണ് അല്ലെ. ഇന്ത്യയുടെ പരമാധികാരം ആർക്കാണ്, ജനങ്ങൾക്കാണ്, അല്ലാതെ ഒരു വ്യക്തിയിലൊന്നും അധിഷ്ഠിതമല്ല. ആ രീതിയിലല്ല വരുന്നത്. ഇന്ത്യയുടെ പരമാധികാരം വരുന്ന ആർക്കാണ്, ജനങ്ങൾക്കാണ് ഇന്ത്യയുടെ പരമാധികാരം വരുന്നത്. ദ വേർഡ് സോവറിൻ ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ ഈസ് നെയ്തർ എ ഡിപ്പെൻഡൻസി നോർ എ ഡൊമിനിയൻ ഓഫ് എനി അതർ നേഷൻ ബട്ട് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ എന്താണ് ഇന്ത്യ മറ്റു രാജ്യങ്ങൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിച്ചോ, അല്ലെങ്കിൽ എന്താണ് മറ്റു രാജ്യം ഇന്ത്യ ബ്രിട്ടൻ ഭരിച്ചതുപോലെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ഒരു സാമ്രാജ്യ ശക്തിയായിട്ട് വരാനോ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല ഇന്ത്യ എന്താണ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആണല്ലേ. ഇന്ത്യ മറ്റു രാജ്യങ്ങൾ എന്താണ് എല്ലാ രീതിയിലും ആശ്രയിക്കുന്നില്ല. മറ്റു രാജ്യങ്ങൾ പരസ്പര സഹകരണങ്ങൾ വരുന്നുണ്ട്, അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് മറ്റു രാജ്യങ്ങൾ ബ്രിട്ടനൊക്കെ പണ്ട് ഇന്ത്യ ഭരിച്ചതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യന് സമ്മതിക്കില്ല. അതാണ് സോവറിൻ അഥവാ പരമാധികാരം പറയുന്നത്. ഓക്കെ, ദ വേർഡ് സോവറിൻ ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ ഈസ് നെയ്തർ എ ഡിപ്പെൻഡൻസി നോർ എ ഡൊമിനിയൻ. എന്താണ് ആരെയും ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുപോലെ എന്താണ് ആർക്കും ഇന്ത്യയുടെ കുത്തക അവകാശവും നൽകിയിട്ടില്ല. അതർ നേഷൻ ബട്ട് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. ഇന്ത്യ എന്താണ് ഇന്ത്യ സ്വതന്ത്രമായുള്ള രാജ്യമാണെന്ന് പറഞ്ഞു. ദർ ഇസ് നോ അതോറിറ്റി എബോവ് ഇറ്റ് ആൻഡ് ഈസ് ഫ്രീ ടു കണ്ടക്ട് ഇറ്റ്സ് ഓൺ അഫെയർ ബോത്ത് ഇന്റർനാഷണൽ ആൻഡ് എക്സ്റ്റേണൽ. പണ്ടൊക്കെ ആണെങ്കിൽ എന്താണ് 1947 മുൻപ് ഇന്ത്യ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് തീരുമാനം എടുക്കണം ബ്രിട്ടീഷുകാരോട് ചോദിക്കണമല്ലോ, ബ്രിട്ടീഷ് മൊണാർച്ചിനോട് ചോദിക്കണം. ആ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്താണ് ട്രേഡ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിലൊന്നും ആരോട് ചോദിക്കേണ്ട, മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് എംപയർ ആരോടും ചോദിക്കേണ്ട. നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധികൾ ചേർന്നിട്ടുള്ള ഒരു സഭയുണ്ട്, പാർലമെന്റ് എന്നൊക്കെ പറയും. ആ ഒരു സഭ എന്താണ് അതിപ്പോൾ സംസ്ഥാന തലത്തിലും വരുന്നുണ്ട്. ആ ഒരു സഭയൊക്കെ കൂടി ചേർന്നിട്ട് എന്താണ് കാര്യങ്ങൾ ചെയ്തുകൊള്ളു അല്ലെ. നമ്മുടെ 140 കോടി ജനങ്ങൾക്കും എന്താണ് ഒന്നിച്ച് ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് ആ ഒരു 140 കോടി ജനങ്ങളെ വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് വിവിധ ഭാഗങ്ങൾ എന്താണ് 140 കോടി ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇത്ര ലക്ഷം പേർക്ക് ഇത്ര പ്രതിനിധി, അല്ലെങ്കിൽ ഇത്ര കോടി പേർക്ക് ഇത്ര പ്രതിനിധി എന്ന രീതിയിൽ എന്താണ് പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് ആ പ്രതിനിധികൾ മുഖേന എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്.
Though in 1949, India declared the constitution of full membership of the Commonwealth of Nation. ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ മുന്നിൽ വെച്ചൊരു ഓഫറാണ്, നമുക്ക് എന്താണ് കോമൺവെൽത്ത് നേഷന് വിട്ടു നിൽക്കാം അല്ലെ വിട്ടു നിൽക്കാതിരിക്കാം, എന്തായാലും പ്രശ്നമില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാർ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിന്. ഇന്ത്യ എന്തായാലും കോമൺവെൽത്ത് നേഷൻസിന് വിട്ടു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ ഇന്ത്യ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇന്ത്യ കോമൺവെൽത്ത് നേഷൻസിൽ ഫുൾ മെമ്പറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താണ്, ഇന്ത്യയുടെ അധികാരപരമായുള്ള കാര്യങ്ങൾക്കൊന്നും അതിലൂടെ എന്താണ് ബ്രിട്ടീഷിന് കൈകടത്താനൊന്നും സാധിക്കത്തില്ല. ദോ ഇൻ 1949 ഇന്ത്യ ഡിക്ലെയർ ദ continuation of a full membership on Commonwealth nation and accepted the British Crown as the head of Commonwealth. ഓക്കെ, കോമൺവെൽത്തിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഒരു മൊത്തം രാജ്യങ്ങളുടെ ഹെഡായിട്ട് ബ്രിട്ടീഷ് ക്രൗൺ വരുന്നുണ്ട് എന്ന് കരുതി ഇന്ത്യയുടെ ഹെഡ് എന്ന രീതിയിൽ ഒരു മീനിങ്ങും ഇല്ല. ദിസ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്ലറേഷൻ ഡസ് നോട്ട് അഫക്ട് ഇന്ത്യ സോവറിനിറ്റി ഇൻ എനി മാനർ. ഓക്കെ, ഈ പറയുന്ന കോമൺവെൽത്ത് നേഷൻസിൽ ഇന്ത്യ അംഗമാണെന്നും അവിടെ എന്താണ് അവിടെ തലപ്പത്ത് വരുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ആണെന്നും വിചാരിച്ചിട്ട് ഇന്ത്യയുടെ പരമാധികാരത്തിൽ ബ്രിട്ടീഷ് ക്രൗണിനോ അല്ലെങ്കിൽ കോമൺവെൽത്ത് നേഷൻസിനോ കൈകടത്താമെന്ന് യാതൊരു വിധത്തില അർത്ഥവും വരുന്നില്ല. അതുപോലെ ഇന്ത്യ എന്താണ് UN-ലൊക്കെ മെമ്പർ ആണല്ലേ. ഫർദർ ഇന്ത്യസ് മെമ്പർഷിപ്പ് ഓഫ് ദ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ ഓൾസോ ഇൻ നോ വേ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ലിമിറ്റേഷൻ ഓഫ് ഓൺ ഹർ സോവറിനിറ്റി. എന്താണ്, പരമാധികാരത്തിൽ UN-ൽ അംഗമാണെന്ന് കരുതിയിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ UN ഇടപെടത്തില്ല. ഓക്കെ, ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ UN-ൽ ആ ഒരു രാജ്യങ്ങൾ പരസ്പരമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പുവെച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഇന്ത്യ ലംഘിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ UN ഇടപെടത്തുള്ളൂ. അല്ലാതെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഡേ ടു ഡേ ആക്ടിവിറ്റീസും UN ഇടപെടാറില്ല. ബീങ് എ sovereign state, India can either acquire a foreign territory or cede a part of its territory in favor of a foreign state. എന്താണ്, ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇഷ്ടം പോലെ ചെയ്യാം വല്ല കാര്യങ്ങൾ. ഇന്ത്യക്ക് ഒരു ഫോറിൻ ടെറിട്ടറി എന്താണ് അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളുടെ പാർട്ടായിട്ട് തുടരാം. അതൊക്കെ എന്താണ്, അതൊക്കെ ഇന്ത്യയുടെ വിവേചനാധികാരമാണ്. അതിൽ ആര് തീരുമാനിക്കും? നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും. പരമാധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, പരമാധികാരം വരുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധികൾ കാര്യങ്ങൾ നോക്കുന്നു. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കും? ഇന്ത്യ തീരുമാനിക്കും. അല്ലാതെ ബ്രിട്ടൻകാരോ അമേരിക്കക്കാരോ മറ്റാരുമല്ല, UN-ഓ കോമൺവെൽത്ത് നേഷൻസോ അവരൊന്നുമല്ല തീരുമാനിക്കുക. നമ്മുടെ ഇന്ത്യ എന്തിയാണെന്ന് ഇന്ത്യ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, പരമാധികാരം അല്ലേ. നമുക്ക് എന്താണ് പരമാധികാരം എന്ന് പറയുന്ന ഫീച്ചർ നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പരമാധികാരം എന്ന് മനസ്സിലായല്ലോ. പരമാധികാരം എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് എംപയറോ ആരും ഇടപെടത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ 140 കോടി ജനങ്ങളും ഭരണപരമായുള്ള കാര്യത്തിൽ ഇടപെടുമെന്നല്ല. അതിൽ ഡിഫിക്കൽട്ട് ആ ഒരു കാര്യം 140 കോടി ജനങ്ങളും ഭരണത്തിലേക്ക് വരുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഇലക്ഷൻ പോലെ എന്താണ് ചെറിയ ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഇലക്ഷനും കാര്യങ്ങളും നടത്തിയിട്ട് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെ, നമ്മുടെ പ്രതിനിധികൾ എന്താണ് ലോക്സഭയിലൊക്കെ എത്തി, രാജ്യസഭ ലോക്സഭയിലൊക്കെ എത്തിയിട്ട് നമ്മുടെ വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കും. ഇനി ചെറിയ ചെറിയ തലത്തിൽ സംസ്ഥാനങ്ങൾ നോക്കും, നിയമസഭകളിലേക്ക് ആളുകൾ എത്തിയിട്ട് അവിടെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതാണ് പരമാധികാരം അഥവാ സോവറിൻ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, സെക്യുലർ ആണ് അല്ലെ. സെക്യുലർ എന്താണ്, സെക്യുലർ എന്ന് പറയുമ്പോൾ മുൻപും നമ്മൾ പറഞ്ഞിട്ട് എന്താണ്, മതേതരം അല്ലെ. മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മതേതര രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സെക്യുലർ സ്റ്റേറ്റ് ആണ് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു മതമുണ്ടോ? ഒരിക്കലുമില്ല, അങ്ങനെ വരാനും പോകുന്നില്ല. മതേതര രാജ്യമാണ്. ഇന്ത്യയിൽ ഒരു മതവും മറ്റൊരു മതത്തിന് മുകളിലുമല്ല, മറ്റൊരു മതത്തിന് കീഴേയുമല്ല. എല്ലാ മതങ്ങളും ഇന്ത്യയിൽ എത്ര മതങ്ങളുണ്ടോ ആ മതങ്ങൾക്കൊക്കെ തുല്യ പരിഗണനയാണ് നമ്മുടെ ഇന്ത്യ നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്താണ് ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന രീതിയിൽ വിളിച്ച് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആക്കണം എന്നൊരു ഐഡിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മേക്കേഴ്സും ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിലേ ഉണ്ട്. അതിന് പല കാര്യങ്ങൾ നമുക്ക് പല ആർട്ടിക്കിളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. ഭരണഘടനയിലെ പല ആർട്ടിക്കിളിലൂടെ എന്താണ്, ആർട്ടിക്കിൾ 25, 26, 27, 28 ആ ഒരു ആർട്ടിക്കിളൊക്കെ എടുത്തു പറയുന്നുണ്ട്. ആ ഒരു ആർട്ടിക്കിളൊക്കെ ഇന്ത്യ എന്താണ് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ബട്ട് ഭരണഘടന എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒരു ടേമും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും എന്താണ് പോസിറ്റീവ് കൺസെപ്റ്റ്, സെക്യുലറിസം ആയിട്ട് ബന്ധപ്പെട്ട മതേതര രാജ്യത്തിന്റെ അതിന്റെ പോസിറ്റീവ് കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദ ടേം വാസ് ആഡഡ് ത്രൂ 42nd അമെൻമെന്റ് ആക്ട് ഓഫ് 1976. ഭരണഘടനയിൽ നമ്മൾ സെക്യുലർ പ്രിയാമ്പിളിൽ നമ്മൾ സെക്യുലർ എന്ന് പറഞ്ഞ ടേം കണ്ടു. ഇത് 1950 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല, 1950 ഉണ്ടായിരുന്നില്ല. ഈ ഒരു ടേം പിന്നെന്താണ് 42ാമത്തെ അമെൻമെന്റ് ആക്ട് 1976 വന്ന 42ാമത്തെ അമെൻമെന്റ് ആക്ട് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. അമെൻമെന്റ്സ് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ചില അമെൻമെന്റ്സിൽ ഒന്നാണ് 42ാമത്തേതും 44ാമത്തെ അമെൻമെന്റ് ഒക്കെ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിന് പല കാര്യങ്ങളും ഇവിടെ പറയും. റെപ്പിറ്റേഷൻ ആയിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കും. റെപ്പിറ്റേഷൻ ആണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദ ടേം വാസ് ആഡഡ് ത്രൂ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1976. 1976
42ാമത്തെ ഭേദഗതിയിലൂടെയാണ് സെക്യുലർ എന്ന് പറഞ്ഞ ടേം നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത്. ഹൗഎവർ ദ സുപ്രീം കോർട്ട് സെഡ് ഇൻ 1974, although the secular state was not expressly mentioned in the constitution, there can be no doubt that constitution makers wanted to establish a secular state. നിങ്ങൾ ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നിർമ്മിച്ച സമയത്ത് 1950 കാലഘട്ടങ്ങളിലാണ് ഇത് നിർമ്മിച്ച സമയത്ത് സെക്യുലർ എന്ന് പറയുന്ന ടേം അവിടെ ഇല്ല. ഇപ്പൊ പ്രിയാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കും, അല്ലാതെ സെക്യുലർ എന്ന് പറയുന്ന ടേം നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 1974 സുപ്രീം കോടതി ഒരു പഠനം നടത്തുകയും സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ എന്താണ് മതേതരം എന്ന് പറയുന്ന ടേം, സെക്യുലർ എന്ന് പറയുന്ന ടേം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞു അല്ലെ. ദർ ക്യാൻ ബി നോ ഡൗട്ട് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്, ഭരണഘടന നിർമ്മാതാക്കൾക്ക് എന്താണ് വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് സെക്യുലർ സ്റ്റേറ്റ്, ഇന്ത്യ ഒരു മതേതര രാജ്യമാക്കണം എന്ന രീതിയിലുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. സോ ഇതിന്റെ തെളിവ് എന്തൊക്കെയാണ്? ദിസ് ഇസ് എവിഡന്റ് വെൻ വൺ കൺസിഡർ the secular fundamental provision of our constitution, അതായത് റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, റേസ്, കാസ്റ്റ്. സോ ഇതെന്താണ് ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. എന്താണ് റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, റേസ്, കാസ്റ്റ്. അത്തരത്തിൽ എന്താണ് നമുക്ക് മതപരമായുള്ള കാര്യങ്ങൾ എന്താണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ഇന്ന മതത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് വേർപ്പെടുത്തി നിൽക്കാനോ അല്ലെങ്കിൽ ഇന്ന മതത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല. ആ രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. സോ ഇതൊക്കെ എന്ത് തന്നെയാണ് പറയുന്നത്, ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ 25 to 28 ഗ്യാരണ്ടിങ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ have been included in the constitution. സോ ഈ ഒരു കാര്യങ്ങൾ ആർട്ടിക്കിൾ 20 പ്രത്യേകിച്ച് സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല ആർട്ടിക്കിളോടൊന്നും പറയാതെ പറയുന്നുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംബഡീസ് ദ പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം. എന്താണ് ഈ പറയുന്ന മതേതര രാജ്യത്തിന്റെ ഒരു പോസിറ്റീവ് കൺസെപ്റ്റ്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് കൺസെപ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദാറ്റ് മീൻസ് ഓൾ റിലീജിയൻ ഇൻ അവർ കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് ദർ സ്ട്രെങ്ത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ പറയുന്നില്ല, 3 മതമുണ്ട്. എക്സ് എന്ന് പറയുന്ന മതം, വൈ എന്ന് പറയുന്ന മതം, സെഡ് എന്ന് പറയുന്ന മതം. എക്സ് എന്ന് പറയുന്ന മതവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ, 60 കോടി ജനങ്ങൾ എക്സ് എന്ന് പറയുന്ന മതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വൈ എന്ന് പറയുന്ന മതവുമായിട്ട് ബന്ധപ്പെട്ട് വെറും 1 കോടി ജനങ്ങൾ മാത്രമാണുള്ളത്. സെഡ് എന്ന് പറയുന്ന മതവുമായിട്ട് ബന്ധപ്പെട്ട് വെറും 1 ലക്ഷം ആളുകൾ മാത്രമാണുള്ളത്. ഇവിടെ എന്താണ് 60 കോടി ആളുകൾ ഈ ഒരു ഇന്ത്യൻ പോപ്പുലേഷന്റെ അറൗണ്ട് ഒരു 40 to 50% ആളുകൾ എക്സ് എന്ന് പറയുന്ന മതവുമാണ് ആണെന്ന് കരുതിയിട്ട് ആ ഒരു എക്സ് എന്ന് പറയുന്ന മതത്തിന് പ്രത്യേക പരിഗണന നമ്മുടെ ഇന്ത്യയിൽ കിട്ടത്തില്ല. നേരെ മറിച്ച് സെഡ് എന്ന് പറയുന്ന മതത്തിൽ 1 ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അവർക്ക് എന്താണ് അവർക്ക് പരിഗണന കുറവും ലഭിക്കത്തില്ല. എന്താണ് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന മതമായാലും വൈ എന്ന് പറയുന്ന മതമായാലും സെഡ് എന്ന് പറയുന്ന മതമായാലും 3 മതത്തിന് എന്താണ് ഇന്ത്യയിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഒരുപോലെ ആയിരിക്കും. ഓക്കെ, സോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംബഡീസ് പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം. ദാറ്റ് മീൻസ് ഓൾ റിലീജിയൻ ഇൻ അവർ കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് ദർ സ്ട്രെങ്ത്, എണ്ണം നോക്കിയിട്ടല്ല, ഹാവ് ദ സെയിം സ്റ്റാറ്റസ് ആൻഡ് സപ്പോർട്ട് ഫ്രം ദ സ്റ്റേറ്റ്. ഓക്കെ, കൃത്യമുള്ള പരിഗണന ഒരുപോലെ എല്ലാവർക്കും ലഭിക്കും. അതാണ് നമ്മുടെ സെക്യുലർ കൺട്രി എന്ന രീതിയിൽ ഇന്ത്യ എടുത്തു പറയുന്നത്. നെക്സ്റ്റ് എന്താണ് സോഷ്യലിസ്റ്റ് ആണ് അല്ലേ. സോഷ്യലിസം, അതുപോലെ തന്നെ മാർക്കറ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്കണോമിക്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോഷ്യലിസം അവിടെ എന്താണ് സോഷ്യലിസം എന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഉണ്ടാവും, സെൻട്രലൈസ്ഡ് അതോട്ട് ഒരു കമാൻഡിങ് പവർ ഉണ്ടാവും. ഓക്കെ, സോഷ്യലിസ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു കമാൻഡിങ് പവർ ഉണ്ടാവും. ആ ഒരു കമാൻഡിങ് പവർ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു പറയുന്ന സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഏജൻസിയാണ്. നേരെ മറിച്ച് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന രീതിയിൽ പറയുമ്പോൾ എന്താണ് അവിടെ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇടപെടുന്നില്ല. മാർക്കറ്റിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, എത്ര മാർക്കറ്റിൽ വേണം, അതുപോലെ എത്ര ആളുകൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ നിർമ്മാണമൊക്കെ ചെയ്യുക അല്ലേ. ഞാൻ പൊളിറ്റിയും എക്കണോമിക്സും മിക്സ് ആക്കുന്നില്ല, സോഷ്യലിസവും അതുപോലെ ക്യാപിറ്റലിസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഉണ്ടാവും, അവർ തീരുമാനിക്കും ഇന്ത്യയിൽ എന്ത് വേണം, എത്ര വേണം. അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനൊന്നും ഒരു പ്രാധാന്യമില്ല. നേരെ മറിച്ച് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി തീരുമാനിക്കാനില്ല. മാർക്കറ്റിൽ എന്താണ് ആവശ്യം, മാർക്കറ്റിൽ ഇപ്പം പർട്ടിക്കുലറായിട്ട് കാറുകൾക്കാണ് ഡിമാൻഡ്, പ്രത്യേകിച്ച് മാരുതി കാറുകൾക്ക് ഡിമാൻഡ് എങ്കിൽ അവിടെ മാരുതി കാറുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും അല്ലേ. സോ അത്തരത്തിലുള്ള മാർക്കറ്റിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട്
നമ്മുടെ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയും. ഇനി ഈ രണ്ട് ഫീച്ചേഴ്സും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരുപോലെ നല്ല നല്ല വശങ്ങളെടുത്ത് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിന് മിക്സഡ് എക്കണോമി എന്നും പറയും. ഓക്കെ, അത്തരത്തിൽ നമ്മൾ നോക്കും എന്താണ് സോഷ്യലിസത്തിന്റെ ചില ഫീച്ചേഴ്സ് നമ്മുടെ ഭരണഘടനയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്ന് കരുതി ക്യാപിറ്റലിസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇല്ല എന്ന് വിചാരിക്കരുത്. സോഷ്യലിസ്റ്റ് ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റുമെന്ന് മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ, ദ ടേം വാസ് ആഡഡ് ത്രൂ 42nd അമെൻമെന്റ് ആക്ട് 1976. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ സെക്യുലർ പറഞ്ഞതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഈ ഒരു ടേംസ് കണ്ടോ, സോഷ്യലിസ്റ്റ് സെക്യുലർ ഈ പറയുന്ന ടേംസ് എന്താണ് നമ്മുടെ 1976 42nd അമെൻമെന്റിലൂടെയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഹൗവർ വേരിയസ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റഡ് ദാറ്റ് ഇൻഡിക്കേറ്റഡ് ദ സോഷ്യലിസ്റ്റിക് നേച്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് DPSP പോലെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റിക് നേച്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓൾറെഡി DPSP പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DPSPയുടെ ലക്ഷ്യം എന്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണല്ലേ. അത് തന്നെയല്ലേ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെയൊക്കെ ലക്ഷ്യം. സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്, കൂടുതൽ ജനങ്ങൾക്ക് എന്താണ്, ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഒരു സോഷ്യലിസത്തിന്റെ ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, DPSPയിലും പറഞ്ഞത് ഇത് തന്നെയാണ്. സോ DPSP പോലെയുള്ള കാര്യങ്ങൾ, DPSP പോലെയുള്ള ഭാഗങ്ങൾ, ആ ഒരു പാർട്ടിലൊക്കെ നമുക്ക് എന്താണ് DPSP പോലെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഈ പറയുന്ന സോഷ്യലിസത്തിന്റെ ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഹൗവർ വേരിയസ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റഡ് ദാറ്റ് ദ indicated the socialistic nature of our constitution. Example, directive principle of state policy, DPSP പോലെയുള്ള കാര്യങ്ങളല്ലേ. The Congress Party adopted resolution supporting socialism way back in 1955. 1955 സ്വാതന്ത്ര്യം നേടിയിട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ എന്താണ് സോഷ്യലിസം പോലെയുള്ള ഫീച്ചേഴ്സ്, സോഷ്യലിസം ജനങ്ങളുടെ വെൽഫെയർ മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിയൊക്കെ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയാണല്ലേ. കോൺഗ്രസ് പാർട്ടി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലയളവിൽ സോഷ്യലിസത്തിനോടായിരുന്നു കൂടുതൽ ചായ്വ്. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനൊക്കെ എന്താണ് സോഷ്യലിസത്തിനോടാണ് ചായ്വ്. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ സോഷ്യലിസത്തിൽ കൂടുതൽ ചായ്വ് കാണിക്കാൻ പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല. കാരണം അത്രത്തോളം വളരെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ പട്ടിണിയായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വെൽഫെയർ മെഷേഴ്സും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അന്ന്. എങ്കിൽ പോലും എന്താണ് ആ ഒരു കാലയളവിൽ 1955 നമ്മുടെ എന്താണ് സോഷ്യലിസത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് സോഷ്യലിസം ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസം, ജനാധിപത്യപരമായുള്ള സോഷ്യലിസം ആണല്ലേ. അവിടെ എന്താണ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ് ഇസ് എൻകറേജ്ഡ്. ഇവിടെ എന്താണ് ഇന്ത്യയുടെ സോഷ്യലിസം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്ന് കരുതി പ്രൈവറ്റ് പാർട്ടീസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല അല്ലേ. പബ്ലിക്കും പ്രൈവറ്റും ഒരുപോലെ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത. അവിടെ മിക്സഡ് എക്കണോമി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഡെമോക്രാറ്റിക് സോഷ്യലിസം, ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ് എൻകറേജ്ഡ് ആസ് ഓപ്പോസിറ്റ് ടു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. ചൈന പോലെയുള്ള രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം നോക്കുമ്പോൾ എന്താണ് അവിടെ പ്രൈവറ്റ് പാർട്ടീസിനെ അവർ വളരാൻ അനുവദിക്കത്തേയില്ല. ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഉണ്ടാവും. ആ ഗവൺമെന്റ് എന്തു പറയുന്നു അതാണ് ഇവിടെ വേദവാക്യം. അല്ലാതെ എന്താണ് ഒരു പ്രൈവറ്റ് പാർട്ടീസിനും ഇടപെടാൻ വേണ്ടി സാധിക്കത്തില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. എന്നാൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്താണ് അവിടെ ജനങ്ങൾക്കാണ് ആധിപത്യം വരുന്നത്, ജനങ്ങളുടെ വെൽഫെയറും കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന് ജനങ്ങളുടെ വെൽഫെയർ ആണ്. എങ്കിൽ പോലും എന്താണ് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൽ ജനങ്ങളുടെ വെൽഫെയറിന്റെ കൂടെ തന്നെ എന്താണ് നമ്മൾ പ്രൈവറ്റ് പാർട്ടീസിന് കൂടെ കുറച്ച് പ്രാധാന്യം നൽകും. അതാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം സ്റ്റേറ്റ് ഡിസൈഡ് എവറിത്തിങ് അണ്ടർ ദ സൺ കൺസേണിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസേജ് ഓഫ് റിസോഴ്സ്. അവിടെ എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി വരും. അവരാണ് എല്ലാ കാര്യങ്ങളും ഒരു സൂര്യൻ ചുറ്റി നിൽക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എന്താണ് ആ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യൻ സോഷ്യലിസം ഇസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസ്റ്റ് ആൻഡ് ഗാന്ധിയൻ സോഷ്യലിസം. എന്താണ് മാർക്സിസം ആശയങ്ങൾ, വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആശയങ്ങൾ, ഗാന്ധിയൻ സോഷ്യലിസം അതുപോലുള്ള കാര്യങ്ങൾ ഒരു ബ്ലെൻഡ് ഫോമാണ് ഇന്ത്യയുടെ സോഷ്യലിസം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. വിത്ത് ഹെവി ലേണിംഗ് ടുവേർഡ്സ് എ ലേറ്റർ. അതായത് കൂടുതൽ ആശ്രയം എന്താണ് ഗാന്ധിയൻ സോഷ്യലിസമാണ് കൂടുതൽ ആശ്രയം അല്ലേ. ദി ന്യൂ എക്കണോമിക് പോളിസി 1991 ഓഫ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആസ് ഹൗവർ ഡയല്യൂട്ടഡ് ദ സോഷ്യലിസ്റ്റിക് ക്രെഡൻഷ്യൽസ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. ഈ പറയുന്നതിനിടയിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. LPG 1991 LPG അത് വന്നതിന് ശേഷം എന്താണ് സോഷ്യലിസത്തിനുള്ള ചായ്വ് നമുക്ക് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രൈവറ്റ് പാർട്ടീസിന് കൂടുതൽ പരിഗണന നൽകേണ്ടതായിട്ട് നമുക്ക് വന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് 1991 കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടായത്. അന്നത്തെ അവസ്ഥയൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് കടത്തിലായിരുന്നു. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ അഡ്വേഴ്സ് എഫക്ട് എന്ന രീതിയിലായിട്ട് അന്നെന്താണ് ഒരു രാത്രി കൊണ്ട് നമുക്ക് ടൺ കണക്കിന് സ്വർണ്ണമൊക്കെ സൂറിച്ചിലേക്കൊക്കെ കയറ്റുമതിയായിട്ട് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരുപാട് ഫണ്ട് സമാഹരിക്കേണ്ടതായിട്ട് വന്നു അല്ലേ. നമുക്ക് ആ ഒരു സാധാരണ രാജ്യങ്ങൾ എന്താണ് 4 ആഴ്ചത്തേക്കുള്ള അവരുടെ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെന്റും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള
ഫോറക്സ് റിസർവ് എപ്പോഴും സൂക്ഷിച്ചു വെക്കും. ബട്ട് നമ്മുടെ ഇന്ത്യയുടെ 1990 കാലഘട്ടങ്ങളിലെ അവസ്ഥ എന്ന് വെച്ചാൽ വെറും 2 ആഴ്ചത്തേക്ക് പോലുള്ള ഫോറക്സ് റിസർവ് നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആലോചിച്ച് നോക്കണം. മറ്റ് രാജ്യങ്ങൾ സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മിനിമം 4 ആഴ്ചത്തേക്കുള്ള ഫോറക്സ് റിസർവ് സൂക്ഷിച്ചു വെക്കും. ബട്ട് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ആ ഒരു കാലയളവിൽ വെറും 2 ആഴ്ച പോലും ഫോറക്സ് റിസർവ് നമ്മുടെ കയ്യിലില്ല. അതായത് ഇറക്കുമതി ചെയ്താൽ നമുക്ക് എന്താണ് കൊടുക്കാൻ പൈസയില്ല. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സാധനങ്ങൾ കടത്തിൽ വാങ്ങുന്ന സമയത്ത് ഒരു പരിധി വരെ ആളുകൾ തരും, അത് കഴിഞ്ഞാൽ തരുമോ? ഇല്ല. അതേ അവസ്ഥയായിരുന്നു നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ 1991 നമുക്ക് ഈ പറയുന്ന വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ സഹായം ആവശ്യമായിട്ട് വന്നു. വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അമേരിക്കയാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് രാജ്യങ്ങളുടെ സംഘടന തന്നെയാണ് വേൾഡ് ബാങ്ക് വരുന്നത്. അവിടെ എന്താണ്? അവിടെ ഏറ്റവും കൂടുതൽ ആരാണോ പണം നിക്ഷേപിച്ചത് ആ ഒരു രാജ്യങ്ങളുടെ തീരുമാനമായിരിക്കും അന്തിമം. വേൾഡ് ബാങ്കിന് ആ ഒരു കാലയളവിൽ നോക്കുമ്പോൾ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തീരുമാനം എന്താണോ അതാണ് വേൾഡ് ബാങ്കിന്റെ തീരുമാനം. അതുകൊണ്ട് പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട്, ഭരണഘടനയല്ല ഇന്ത്യയുടെ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്ന് പറയുകയും അങ്ങനെ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവരികയും ആ ഒരു മാറ്റങ്ങൾ പിന്നീട് നമ്മുടെ സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സ്വാധീനം ചെലുത്തുകയും ചെയ്തു. സോഷ്യലിസത്തിന് എന്താണ്? അതിൻ്റെ പല ഫീച്ചേഴ്സും എടുത്തു മാറ്റിയിട്ട് മൊത്തം എന്താണ് പ്രൈവറ്റിനും പബ്ലിക്കിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് ഞാൻ എക്കണോമിക്സിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വരാൻ നമുക്ക് നമ്മുടെ വിഷയം പൊളിറ്റിയാണ്. സോ എന്താണ് സോഷ്യലിസ്റ്റ് നേച്ചർ എന്ന രീതിയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന രീതിയിൽ നിങ്ങൾ DPSP ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാവും. DPSPയിൽ പല കാര്യങ്ങൾ എന്താണ്? ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ജനാധിപത്യ രാജ്യം എന്ന ഫീച്ചർ. ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് എ ഡെമോക്രസി ബേസ്ഡ് ഓൺ പോപ്പുലർ സോവേർജിനിറ്റി. പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ് അല്ലേ. അവർ ഡെമോക്രസി ഈസ് എ ഇൻഡയറക്റ്റ് ഡെമോക്രസി വെർ എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ടേക്ക് ഡിസിഷൻ കൺസേണിങ് ദ കൺട്രി. എന്താണ്? നമ്മുടെ ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഡയറക്റ്റ് ഡെമോക്രസി അല്ല. ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇന്ത്യയുടെ ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് ഇന്ത്യയുടെ. എന്ന് കരുതിയിട്ട് എന്താണ്? എന്ന് കരുതിയിട്ട് ജനാധിപത്യത്തിന് ഒരു കാര്യം അവിടെ ഇല്ല എന്നല്ല അർത്ഥം വരുന്നത്. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് വരും അല്ലേ. നമ്മൾ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പ്രസിഡന്റിന്റെ ഇലക്ഷൻ നോക്കിയാൽ മതി. പ്രസിഡന്റിന് നമ്മൾ എന്താണ്? നമ്മൾ സാധാരണ നിയമസഭ അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ക്യൂ നിന്നിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇത്ര ആളുകളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഒരിക്കലുമല്ല. ഇന്ത്യയുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെ പോലെയുള്ള ആളുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ്? നമുക്കവിടെ പ്രത്യേകമായിട്ടൊരു ഇലക്ട്രൽ കോളേജ് പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലേ. സോ നമ്മുടെ ഹെഡിനെ എങ്ങനെയാണ്? ഹെഡിനെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ജനങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുത്തില്ല, ഈ പറയുന്ന MP-മാരൊക്കെ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. അവർ ചേർന്നൊരു ടീമാണ് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് എന്താണ്? ജനങ്ങളല്ല ചെയ്യുന്നത്. ഓക്കെ, ഇൻഡയറക്ട്ലി ആണ് കാര്യങ്ങൾ വരുന്നത്. നേരെ മറിച്ച് പ്രൈം മിനിസ്റ്റർ പോലെയുള്ള ആളുകൾ എന്താണ്? പ്രൈം മിനിസ്റ്റർ പോലെയുള്ള ആളുകളെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ്? ലോക്സഭയിൽ നിന്ന് ആ ഒരു ലോക്സഭയിലേക്ക് നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകളാണ് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുന്നത്. സോ ഈ ഒരു നിർബന്ധം ആർക്കില്ല? ഈ ഒരു നിർബന്ധം പ്രസിഡന്റിനൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഡെമോക്രസി നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വരാം. ഇന്ത്യസ് ഡെമോക്രസി ഈസ് ഇൻഡയറക്റ്റ്. റൈറ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് ചോദിച്ചാൽ റൈറ്റ് ആണ്. ഇന്ത്യയുടെ ഡെമോക്രസി, ജനാധിപത്യം ഇൻഡയറക്റ്റ് ആണ്. കാരണം എന്താണ്? ഇന്ത്യ ലോക്സഭ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില റെപ്രസെൻറ്റേറ്റീവ്സിന് എന്താണ്? നമ്മുടെ ആളെന്ന രീതിയിൽ അങ്ങോട്ടേക്ക് അയക്കുകയും അവർ പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ദ ഓപ്പോസിറ്റ് ഓഫ് ദിസ് ഹാപ്പൻസ് ടു ബി ഡയറക്റ്റ് ഡെമോക്രസി വെർ സിറ്റിസൺ ടേക്ക് ഡിസിഷൻ യൂസ് ടൂൾസ് സച്ച് എസ് റഫറൻഡം, പ്ലെബിസൈറ്റ്, ഇനീഷ്യേറ്റ് ആൻഡ് റീകോൾ ഫോർ ഡിവൈസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി. ഇനി മറ്റു രാജ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? ഡയറക്റ്റ് ഡെമോക്രസി വരുന്നുണ്ടല്ലേ. പല രാജ്യങ്ങളും എന്താണ്? ഡയറക്റ്റ് ഡെമോക്രസി വരുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസിക്ക് 4 ടൂൾസ് വരുന്നുണ്ട്. ഒന്ന് റഫറൻഡം, മറ്റൊന്നാണ് പ്ലെബിസൈറ്റ്, അതുപോലെ ഇനീഷ്യേറ്റീവ്, അതുപോലെ റീകോൾ. ഈ റഫറൻഡം എന്താണെന്ന് വെച്ചാൽ ഒരു നിർദ്ദിഷ്ട നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടുള്ള വോട്ടിങ്ങിലൂടെ വോട്ടേഴ്സിന്റെ സ്വീകാര്യതയ്ക്ക് റഫർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു നിയമനിർമ്മാണം നടത്തുകയാണ്, ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണം നടത്തുകയാണ്. ആ ഒരു പ്രക്രിയയിൽ എന്താണ്? ഏതെങ്കിലും രീതിയിൽ അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റൊക്കെ സംയുക്ത സമ്മേളനമൊക്കെ വരാറുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, ഡയറക്റ്റ് ഡെമോക്രസി ആണെങ്കിൽ എന്താണ്? വോട്ടേഴ്സിന്റെ സ്വീകാര്യതയ്ക്ക് റഫർ ചെയ്യാൻ കാര്യം അല്ലേ. വോട്ടേഴ്സിന് എന്താണ്? വോട്ടേഴ്സിന് വോട്ടിങ്ങിലൂടെ ഈ പറയുന്ന നിയമനിർമ്മാണം വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം. അത്തരത്തിലൊരു ഫെസിലിറ്റി നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. സോ റഫറൻഡം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു നിർദ്ദിഷ്ട നിയമനിർമ്മാണം നേരിട്ടുള്ള വോട്ടിങ്ങിലൂടെ എന്താണ്? വോട്ടേഴ്സിന്റെ സ്വീകാര്യതയ്ക്ക് റഫർ ചെയ്യുന്നു. അതാണ് റഫറൻഡം. ഇനി എന്താണ്? ഇനി പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് പ്ലെബിസൈറ്റ്?
പ്ലെബിസൈറ്റ് എന്താണെന്ന് വെച്ചാൽ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങൾ, ജനകീയമായുള്ള അഭിപ്രായങ്ങൾ തേടും. ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പൊതു പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ എന്താണ്, ആ നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പർട്ടിക്കുലർ വിഷയം ഉണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് എന്താണ്, പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുമല്ലേ. കാരണം ആരാണ് അവിടെ പരമാധികം വരുന്നത്? ജനങ്ങളാണ്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ ജനങ്ങളുടെ പവർ ഒന്നുകൂടെ കൂടും, ഇൻഡയറക്റ്റ് പോലെ ഒന്നുകൂടെ കൂടും. സോ അതുകൊണ്ട് പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ജനകീയ അഭിപ്രായം നേടുന്നതാണ് നമ്മൾ പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ പറയുന്നതിലൂടെ നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ മതി. ഇവിടെ ഞാൻ കൊടുക്കുന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്. സോ റഫറൻഡ് എന്താണെന്ന് പറഞ്ഞു, ഒരു നിർദ്ദിഷ്ട നിയമനിർമ്മാണം നേരിട്ടുള്ള വോട്ടിങ്ങിലൂടെ വോട്ടേഴ്സിന്റെ സ്വീകാര്യതയ്ക്ക് റെഫർ ചെയ്യുന്നതാണ് റഫറൻഡ് എന്ന് പറയുന്നത്. പ്ലെബിസൈറ്റ് പറഞ്ഞു പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങൾ എന്താണ്, ജനകീയ അഭിപ്രായം നേടുന്നു, അതാണ് പ്ലെബിസൈറ്റ്. ഇനി എന്താണ് ഇനീഷ്യേറ്റ് എന്ന് പറയുന്ന സമയത്ത് നിർമ്മാണത്തിനായിട്ട് ജനങ്ങൾക്ക് നിയമസഭയിൽ ഒരു ബില്ല് നിർദ്ദേശിക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ജനങ്ങൾക്ക് ബില്ല് നിർദ്ദേശിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ? നിയമനിർമ്മാണത്തിനായിട്ട് ജനങ്ങൾക്ക് എന്താണ് നിയമസഭയിൽ ഒരു ബില്ല് നിർദ്ദേശിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ടല്ലോ, റീകോൾ എന്താണ്, തിരിച്ചു വിളിക്കുക അല്ലെ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് ഒരു വ്യക്തി എന്താണ് എലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. ആ വ്യക്തി ഏതെങ്കിലും രീതിയിൽ എന്താണ് തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു, അല്ലെങ്കിൽ അധികാരം ചെയ്യാൻ വേണ്ടി പ്രാപ്തനല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, നേരെ തിരിച്ചു വിളിക്കും. ഇങ്ങോട്ട് പോകുന്നുള്ളൂ, ഞങ്ങൾ തെരഞ്ഞെടുത്തല്ല, തിരിച്ചു വന്നോളൂ എന്ന് പറയാം അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ നടക്കൂ? ഇല്ല. ഇന്ത്യയിൽ നമ്മളെന്താണ്, അദ്ദേഹത്തെ 5 വർഷം സഹിച്ചേ മതിയാത്തുള്ളൂ, അല്ലെങ്കിൽ രാജിവെക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത പ്രതിനിധിയെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം വരുന്നില്ല. ഓക്കെ, ഒരു പ്രതിനിധി എന്താണ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തിരിച്ചു വിളിക്കാം. അദ്ദേഹം എന്താണ് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികാരം ദുരുപയോഗം ചെയ്തു, അല്ലെങ്കിൽ അധികാരം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താണ്, ജനങ്ങളെ തിരിച്ചു വിളിക്കും. അതിന് റീകോൾ, വോട്ട് ചെയ്ത ജനങ്ങൾ എന്ന് പറയും. താങ്കളെങ്കിലും തിരിച്ചു വന്നോളൂ, താങ്കൾ ഞങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി യോഗ്യനല്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കും. സോ ഡയറക്റ്റ് ഡെമോക്രസിയുടെ 4 ഫീച്ചേഴ്സ് പറഞ്ഞു. ഈ ഒരു കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസിയുടെ 4 ഡിവൈസ് താഴെ പറഞ്ഞ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ആദ്യം 3 തന്നിട്ട് ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, റഫറൻഡം, പ്ലെബിസൈറ്റ്, ഇനീഷ്യേറ്റ്, റീകോൾ, ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കണം. അവർ ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ റെപ്രസെൻറ്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസി അണ്ടർ വിച്ച് ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ്. എന്താണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസി ആണല്ലേ, നമ്മുടെ പ്രതിനിധി സഭയാണ്, പ്രതിനിധി പാർലമെന്റ് ആണ് നമ്മുടെ ഈ ഒരു ജനാധിപത്യം വരുന്നത്. അണ്ടർ വിച്ച് ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലെജിസ്ലേഷൻ. നമുക്ക് 2 വിഭാഗങ്ങൾ, ലെജിസ്ലേഷൻ ആയാലും ലെജിസ്ലേറ്റീവ് വിഭാഗമായാലും എക്സിക്യൂട്ടീവ് വിഭാഗമായാലും വരുന്നുണ്ട്. സോ ഇവിടെ എന്താണ്, നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഇടപെടുന്നു. ദ ടേം ഡെമോക്രാറ്റിക് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിയാമ്പിൾ ഇൻ ദ ബ്രോഡർ സെൻസ്, എംപ്രൈസിങ് നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ഡെമോക്രസി ബട്ട് ഓൾസോ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. നമ്മുടെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്, അത് വെറും പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. നമുക്കിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു കാര്യം മാത്രമല്ല, ആ ഒരു രീതിയിൽ വരുന്ന ജനാധിപത്യം മാത്രമല്ല വരുന്നത്, സോഷ്യൽ രീതിയിലായാലും സാമൂഹ്യപരമായുള്ള രീതിയിലായാലും സാമ്പത്തികപരമായുള്ള രീതിയിലൊക്കെ എന്താണ്, ജനങ്ങളുടെ ആധിപത്യം തന്നെയാണ് അവിടെ വരുന്നത്. അതുപോലെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യയിൽ 18 വയസ്സായ ആർക്കും എന്താണ് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ല. ഒരു വോട്ടർ ID നമ്മൾ എടുത്താൽ മതി, അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റ് പേര് ചേർത്തിട്ട് നമുക്ക് വോട്ട് ചെയ്യാം. അല്ലാതെ 18 വയസ്സായ ഉടനെ നമുക്ക് ഓടിക്കേറി വോട്ട് ചെയ്യാമെന്നല്ല, വോട്ടർ ലിസ്റ്റ് പേര് ചേർത്തിട്ട് നമുക്ക് വോട്ട് ചെയ്യാം. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, periodic elections, rule of law, independence of judiciary and absence of discrimination on certain grounds are the manifestations of the democratic character of Indian polity. ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് പ്രായപൂർത്തി വോട്ടവകാശം, അതുപോലെ എന്താണ് പീരിയോഡിക് ആയിട്ട് വരുന്ന ഇലക്ഷൻ, ഓരോ 5 വർഷം കൂടുമ്പോൾ എന്താണ് ലോക്സഭയായാലും നിയമസഭയായാലും ഇലക്ഷൻ വരുന്നുണ്ട് അല്ലേ. അതുപോലെ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും സെപ്പറേറ്റ് ആണല്ലേ. ഏതെങ്കിലും രീതിയിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ നേരെ കുറച്ച് നമ്മൾ മന്ത്രിമാരെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ബട്ട് എന്താണ്, അതൊന്നും നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേൾക്കാറുണ്ട്. ബട്ട് എത്രത്തോളം എന്താണ് സ്വാധീനിക്കാൻ പറ്റും, വ്യക്തികളെ സ്വാധീനിക്കാൻ പറ്റും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ. അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, ജോലി പോലും തെറിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും അല്ലേ. സോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയുടെ പണി ചെയ്തോളാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടി നിൽക്കേണ്ട. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ജുഡീഷ്യറി അതിൽ അദ്ദേഹം ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതി എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ജില്ലാ കളക്ടറാണോ അല്ലെങ്കിൽ ഒരു മന്ത്രിയാണോ എന്ന് നോക്കിയിട്ടല്ല വിധിക്കേണ്ടത്, ഒരു പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്. അല്ലാതെ ഇപ്പോൾ ഒരു മന്ത്രി പ്രതിയായുള്ള ഒരു കേസ്, വളരെ തീവ്രമായുള്ളൊരു കേസ് ഒരു മന്ത്രിക്കെതിരെ വന്നു, ഓക്കെ നമ്മുടെ ഇന്ത്യയുടെ ഒരു മന്ത്രിയാണല്ലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു MP ആണല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു MP ആണെന്ന് കരുതി കേസ് എഴുതി തള്ളാൻ വേണ്ടി പറ്റത്തില്ല. പൈസ കൊടുത്തിട്ട് ജഡ്ജി അങ്ങനെ ചെയ്യാറുണ്ടെന്നൊക്കെ പലപ്പോഴും നമ്മൾ ആരോപണങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലേ. സോ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഭരണഘടന പ്രതിപാദിക്കുന്നത് പ്രകാരം
ഈ പറയുന്ന പരിപാടി ഒരിക്കലും നടക്കത്തില്ല. ഓക്കെ, അതൊക്കെ എന്താണ്? അതൊക്കെ നമ്മുടെ ജനാധിപത്യപരമായുള്ള ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകളാണ്. അതുപോലെ എന്താണ് ജസ്റ്റിസ് അല്ലെ? ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നീതിയാണ്. ഇറ്റ് വാസ് ബോറോഡ് ഫ്രം USSR കോൺസ്റ്റിറ്റ്യൂഷൻ. അന്നത്തെ USSR, ഇന്നത്തെ റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ നീതി എന്ന് പറഞ്ഞ ടേം നമ്മൾ കടമെടുത്തത്. ദ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഇൻ ദിസ് കേസ് എംപ്രൈസ് 3 ഡിസ്റ്റിങ്ക്റ്റ് ഫോം: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. 3 തരത്തിലുള്ള ജസ്റ്റിസാണ്, നീതിയാണ് നമുക്ക് പറയുന്നത് അല്ലേ. അതിപ്പോൾ നമ്മൾ ഡെമോക്രസിയുടെ രീതിയിൽ നമ്മൾ പറഞ്ഞു. അത് പൊളിറ്റിക്കൽ ആയാലും സോഷ്യൽ ആയാലും എക്കണോമിക് ആയാലും ആ രീതിയിൽ ജനാധിപത്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നീതിയും എന്ത് തന്നെയായിരിക്കണം? സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ. ഏത് രീതിയിലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നീതി എന്താണ്? സാമൂഹ്യ നീതി, അതുപോലെ തന്നെ സാമ്പത്തികപരമായുള്ള നീതി, അതുപോലെ രാഷ്ട്രീയപരമായുള്ള നീതി. 3 നമുക്ക് എന്താണ് ലഭിച്ചിരിക്കണം അല്ലേ. സാമ്പത്തികപരമായുള്ള നീതി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് കുറച്ചധികം പണം ഉണ്ടെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന നീതി വേറെയും, ഇനി പണമില്ലാത്തവന് ലഭിക്കുന്ന നീതി വേറെയും ആയിരിക്കരുത്. അതുപോലെ സാമൂഹികപരമായുള്ള കാര്യങ്ങൾ എന്താണ്? എല്ലാവർക്കും ഒരുപോലുള്ള നീതികൾ ലഭിക്കണം. ഇനി പൊളിറ്റിക്കൽ നമുക്ക് പവർ കൂടുതലുണ്ടെന്ന് കരുതിയിട്ട് അവിടെ നമ്മുടെ നീതി മാറരുത്. ആ രീതിയിലാണ് പറഞ്ഞത്. എല്ലാവർക്കും എന്താണ്? തുല്യമായുള്ള നീതി ലഭിക്കണം. സോഷ്യൽ ജസ്റ്റിസ് ഡിനോട്ട് ദാറ്റ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ സിറ്റിസൺ വിത്തൗട്ട് എൻ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അവിടെ എന്താണ്? അവിടെ പണമുണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവേഴ്സ് ഉണ്ടെന്ന് കരുതിയിട്ട് എന്താണ് അവിടെ ഒരു വ്യക്തിക്ക് അർഹമായിട്ട് ലഭിക്കേണ്ട നീതി ലഭിക്കാതെ പോകരുത്. ഓക്കെ, അതാണ് പറഞ്ഞത്. സോഷ്യൽ ജസ്റ്റിസ് ഡിനോട്ട് ദ ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ സിറ്റിസൺ വിത്തൗട്ട് എനി സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. എക്കണോമിക് ജസ്റ്റിസ് ഡിനോട്ട് ദ നോൺ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ്. സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞു അവിടെ എന്താണ്? സാമൂഹ്യപരമായിട്ട് എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കണം. അവിടെ സമൂഹത്തിൽ ഉയർന്ന വിഭാഗമാണ് അല്ലെങ്കിൽ ഉയർന്ന കാസ്റ്റിൽ വരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന നൽകാൻ വേണ്ടി പാടില്ല. എക്കണോമിക് ജസ്റ്റിസ് എന്താണ്? അവിടെ പണത്തിന്റെ ബേസിൽ, അതായത് ഒരു വ്യക്തിക്ക് എന്താണ്? ഒരു വ്യക്തിക്ക് 100 കോടി സമ്പത്തുണ്ട്. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താണ്? തികച്ചെടുക്കാൻ 1000 രൂപ പോലും ഇല്ലെന്ന് കരുതിയിട്ട് ആ ഒരു 1000 രൂപ പോലും ഇല്ലാത്ത വ്യക്തി എന്താണ്? വ്യക്തിക്ക് ലഭിക്കേണ്ടിയിരുന്നില്ല അർഹമായുള്ള നീതി ലഭിക്കാതായി പോകരുത്. അതുപോലെ എ കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഡിനോട്ട് ദാറ്റ് വാട്ട് ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഈ ഒരു സോഷ്യൽ ജസ്റ്റിസും എക്കണോമിക് ജസ്റ്റിസും ചേർന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന പേരിൽ വിളിക്കാറുണ്ട്. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ എ കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് മീൻ ഓൾ സിറ്റിസൺ ഷുഡ് ഹാവ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഈക്വൽ ആക്സസ് ടു ഓൾ പൊളിറ്റിക്കൽ ഓഫീസസ് ആൻഡ് ഈക്വൽ വോയിസ് ഇൻ ദ ഗവൺമെന്റ്. എന്താണ് രാഷ്ട്രീയപരമായുള്ള നീതി എന്ന് പറയുമ്പോൾ? എന്താണ്? നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം. ഇനിയൊരു പർട്ടിക്കുലർ പാർട്ടിക്ക് അധികാരം കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാർട്ടിയിലെ ആളുകൾ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന് ആർക്കും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇന്ത്യയിൽ എല്ലാവർക്കും, ഏത് പാർട്ടിയായാലും ഏത് മതമായാലും ഏത് വിഭാഗമായാലും ഈ ഒരു രാഷ്ട്രീയപരമായ അധികാരം ഒരുപോലെയാണ്. അതുപോലെ ഈക്വൽ ആക്സസ് ടു പൊളിറ്റിക്കൽ ഓഫീസ്, ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചേരണോ വേണ്ടിയോ ഒന്ന് തീരുമാനിക്കാം അല്ലേ. അതുപോലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഏത് രീതിയിലുള്ള ആളുകളായാലും എന്താണ് അവർക്ക് ഒരുപോലെ തന്നെ ശബ്ദമുയർത്താൻ വേണ്ടി സാധിക്കും. ഇതാണ് നീതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? റിപ്പബ്ലിക് ആണ് അല്ലേ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് കൺട്രിയാണ് നമ്മൾ പറയാറുണ്ട്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്? അതിനു മുൻപ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യപരമായിട്ടുള്ള പൊളിറ്റിയെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്നെന്താണ്? മൊണാർച്ചിയും അതുപോലെ റിപ്പബ്ലിക് അല്ലേ. മൊണാർച്ചിയും അതുപോലെ റിപ്പബ്ലിക്കുമാണ്. എ ഡെമോക്രാറ്റിക് പൊളിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. 2 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മൊണാർച്ചി ആൻഡ് Republic. A monarch, the head of the state, usually king or queen, enjoys a hereditary position. That is, he comes into office. He or she എന്ന് പഠിച്ചാൽ മതി. He comes into office through succession. Example Britain. അതായത് നമ്മുടെ UK, നമ്മളെ ഭരിച്ച ബ്രിട്ടന്റെ ആ ഒരു കാര്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ബ്രിട്ടനിൽ എന്താണ്? ബ്രിട്ടനിൽ തലപ്പത്ത് എപ്പോഴും ആരുണ്ടാവും? ഒരു മൊണാർക്ക് ഉണ്ടാവും അല്ലേ. ഒരു മൊണാർക്ക് എപ്പോഴും തലപ്പത്തുണ്ടാവും. അതൊരു കിങ് ആവാം അല്ലെങ്കിൽ ക്യൂൻ ആവാം. അവിടെ എന്താണ്? അവിടെ അധികാരം ആ ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൻ അല്ലെങ്കിൽ മൊണാർക്ക് ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരിക്കലും വോട്ടിങ്ങിലൂടെ ആവില്ല. അവിടെ അത് പരമ്പരാഗതമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ക്യൂൻ എലിസബത്ത് മരിച്ചു കഴിഞ്ഞാൽ ആ ക്യൂൻ എലിസബത്തിന്റെ അടുത്ത അവകാശി ആരാണോ അവർ വരും. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു അധികാരം ഇങ്ങനെ പാരമ്പര്യമായിട്ട് മക്കളിൽ നിന്ന് അല്ലെങ്കിൽ മക്കളുടെ മക്കളിൽ നിന്ന് ഇങ്ങനെ കൈമാറി പോവല്ലേ. ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെയാണ്. ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ഇവിടെ ഹെഡായിട്ട് വരുന്ന ആരാണ്? മൊണാർക്കാണ് വരുന്നത്. ഈ ഒരു മൊണാർച്ചിനുള്ള പ്രത്യേകത എന്താണ്? മൊണാർച്ചിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊണാർച്ചിന്റെ ആ ഒരു പദവി സക്സഷൻ ആയിട്ടാണ് വരുന്നത്. അവരുടെ പരമ്പരാഗത ഹെറിഡിറ്ററി എന്ന രീതിയിൽ ഈ ഒരു അധികാരം കൈമാറ്റം ചെയ്തിട്ട് വരുന്നു. ഇനി റിപ്പബ്ലിക്, ഇന്ത്യ പോലുള്ള റിപ്പബ്ലിക് കൺട്രീസ് നോക്കിയാൽ എന്താണ്? ഓൺ ദ അതർ ഹാൻഡ്, ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് എലക്ടഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. അതായത് അമേരിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ഇന്ത്യയിൽ ഇൻഡയറക്ട്ലി പ്രസിഡന്റിന്റെ ഇലക്ഷൻ വരുന്നുണ്ട് അല്ലെ. പ്രസിഡന്റ് ഇലക്ഷൻ എന്താണ്? ഇൻഡയറക്ട്ലി എന്ന് പറയുമ്പോൾ ജനങ്ങളാൽ റെപ്രസെന്റ് ചെയ്യപ്പെട്ട പ്രതിനിധികൾ എന്താണ്?
അവർക്ക് ഇടയിൽ നിന്നും പ്രസിഡന്റിനെയും കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നുണ്ട്. സോ ഇന്ത്യ അത്തരത്തിൽ നോക്കുമ്പോൾ എന്താണ് ഒരു റിപ്പബ്ലിക് കൺട്രി എന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. നേരെ മറിച്ചിട്ട് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ എന്താണ് അവിടെ ഒരു മൊണാർച്ചാണ് വരുന്നത്, അവിടെ ജനങ്ങൾക്ക് യാതൊരുവിധ റോളും ഇല്ല, ഇങ്ങനെ പരമ്പരാഗതമായിട്ട് എന്താണ് അധികാരം കൈമാറി പോവുകയാണ്. എന്നാൽ അമേരിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്താണ് അവിടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായിട്ട് വരികയല്ല, ആർക്ക് വേണമെങ്കിലും അവിടെ ഹെഡായിട്ട് മാറാം. അവിടെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇലക്ഷൻ നടന്നിട്ടായിരിക്കും കാര്യങ്ങൾ വരുന്നത്. Therefore, the term republic in our preamble indicates that India has an elected head called president. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മുടെ ടേം റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ടേം എന്താണ് മീൻ ചെയ്യുന്നത്? ഇന്ത്യക്ക് ഒരു എലക്റ്റഡ് ഹെഡ് വരും അല്ലെ. ആ ഒരു എലക്റ്റഡ് ഹെഡിന്റെ പേര് എന്താണ്? പ്രസിഡന്റ്. പ്രസിഡന്റ് നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഡയറക്ട്ലി ആണോ? ഒരിക്കലുമല്ല. പ്രസിഡന്റ് എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി ആണ്. ഇൻഡയറക്ട്ലി എന്ന് കരുതിയിട്ട് നമ്മൾ എന്താണ് തോന്നിയതുപോലെയല്ല തിരഞ്ഞെടുക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പോലും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലേ. അതിലേക്കൊക്കെ നമ്മൾ വരും. പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കണം, ആരൊക്കെ ചേർന്നിട്ടായിരിക്കണം, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ഇന്ത്യയുടെ ആ ഒരു റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യം റിപ്പബ്ലിക് ആണെന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം, ഇനി ഒരു ജനാധിപത്യ രാജ്യം റിപ്പബ്ലിക് കൺട്രി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവില്ല. അവിടെ എന്താണ്? അവിടെ ഒരു ഏകപക്ഷീയമായുള്ള അല്ലെങ്കിൽ മൊണാർച്ച് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. പകരം എന്താണ്? പകരം അവിടെ നമുക്കൊരു ഹെഡ്, ജനങ്ങൾ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി തിരഞ്ഞെടുക്കുന്ന ഒരു ഹെഡിന്, പ്രസിഡന്റ് പോലൊരു ഹെഡിനെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹത്തിന് ഫിക്സഡ് ആയിട്ടുള്ള ടെന്യൂർ ഉണ്ടാവും. 5 വർഷങ്ങളിൽ 5 വർഷം കഴിഞ്ഞാൽ പുതിയ പ്രസിഡന്റ് ഇതേപോലെ തന്നെ തിരഞ്ഞെടുക്കും. അല്ലാതെ എന്താണ്? അല്ലാതെ ഒരു കിങ് അല്ലെങ്കിൽ ക്യൂന് വന്നാൽ ആ ഒരു ക്യൂവിന്റെ മരണം വരെ എന്താണ് അവിടെ തന്നെയായിരിക്കും. അവിടെ മൊണാർച്ച് എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ല, മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട് അല്ലേ. Therefore, the term republic in our preamble indicates that India is an elected head called president. He is elected indirectly for a fixed period of 5 years. 5 വർഷത്തേക്ക് എന്താണ് ഇന്ത്യയുടെ ഈ പറയുന്ന ഹെഡ്, എലക്റ്റഡ് ഹെഡായിട്ട് വരുന്ന പ്രസിഡന്റിന് 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. എ റിപ്പബ്ലിക് ഓൾസോ മീൻ 2 more things. വൺ, വെസ്റ്റിംഗ് പൊളിറ്റിക്കൽ സോവേജിനിറ്റി ഇൻ ദ പീപ്പിൾ. എന്താണ്? രാഷ്ട്രീയപരമായ പരമാധികാരം ജനങ്ങളിലാണല്ലേ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ അധികാരത്തിൽ വരണം എന്ന് ആര് തീരുമാനിക്കും? ജനങ്ങൾ തീരുമാനിക്കും. ആൻഡ് നോട്ട് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ ലൈക്ക് കിങ്. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ അവിടെ ഒരു തീരുമാനം വരുന്നത് കിങ് പറയുകയാണ്. ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ കിങ് പറയുകയാണ് ഈ രാജ്യത്ത് ഇന്ന് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് മാറ്റങ്ങൾ വരും അല്ലേ. നേരെ മറിച്ച് റിപ്പബ്ലിക് രാജ്യത്തിൽ വരുമ്പോൾ എന്താണ്? അവിടെ ആ പറഞ്ഞ പ്രസിഡന്റ് ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ വന്നാൽ എന്താണ്? ജനങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. സെക്കൻഡ്, ദ ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്ഡ് ക്ലാസ് ആൻഡ് ഹെൻസ് ഓൾ പബ്ലിക് ഓഫീസ് ബീങ് ഓപ്പൺ ടു എവറി സിറ്റിസൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഇവിടെ എന്താണ്? അതുപോലെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സും വരുന്നില്ല. ഇനി മൊണാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്താണ്? അവിടെ ആ ഒരു രാജകീയ കുടുംബത്തിന് പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കും അല്ലേ. ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേക പരിഗണനയും കാര്യങ്ങൾ ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ അവർക്കൊക്കെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അത് ത്രെഡ്സും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയാലും ഏത് വ്യക്തിയായി കഴിഞ്ഞാലും അവരൊക്കെ എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ എന്ന പ്രത്യേകത അല്ലാതെ മറ്റൊരു പ്രത്യേകത അവർക്ക് ലഭിക്കുന്നില്ല. ഇനി അവർ ആ ഒരു പദവിയിലിരിക്കുമ്പോൾ പദവിക്ക് ചില ആനുകൂല്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ആനുകൂല്യങ്ങളല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. സോ ഇതാണ് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു, ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിയിൽ 2 രീതിയിലുള്ള റിപ്പബ്ലിക് ഉണ്ട്. ഒന്ന് മൊണാർച്ചി, അതുപോലെ തന്നെ 2 രീതിയിലുള്ള റിപ്പബ്ലിക് അല്ല, 2 കാറ്റഗറി. അതായത് ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യപരമായുള്ള പൊളിറ്റിയെ നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മൊണാർക്കും അതുപോലെ തന്നെ റിപ്പബ്ലിക്കുമാണ്. മൊണാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് വരും അല്ലേ. ഒന്നുകിൽ ക്യൂൻ അല്ലെങ്കിൽ കിങ് എന്ന രീതിയിൽ ഒരു വ്യക്തി വരും. അവരുടെ ആ ഒരു പവർ എന്താണ്? പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി പോകും. നേരെ മറിച്ച് എന്താണ്? റിപ്പബ്ലിക് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ഇന്ത്യ അതുപോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നോക്കുന്നത് പോലെ ഒന്നുകിൽ എന്താണ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ആ ഒരു ഹെഡിന് എന്താണ് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഫിക്സഡ് ടെന്യൂറിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കും. അതാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. നമ്മൾ ഇത്രയും ടേംസ് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരുപാട് ടൈം ഇപ്പോൾ തന്നെ ആയതുകൊണ്ട്. ഇനി ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ കേസസ് നമുക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇന്നത്തെ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ബാക്കിയുള്ള ചെറിയ കാര്യങ്ങൾ പറയുന്നത് നല്ലത്. നമുക്ക് ഈ ഒരു തൽക്കാലം എവിടെയാണ് നിർത്തിയത് അത് തൊട്ട് റിപ്പബ്ലിക്കിനാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിന് ശേഷമുള്ള കാര്യം തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആരംഭിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. സോ ആ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യത്തോടു കൂടെ തന്നെ നിങ്ങളെ സമീപിക്കണം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി.